കൂടിയുണ്ട്. ചേട്ടാ, വിശാൽ ഈ ഗ്രാമത്തിന് ആരായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ? വിശാലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശാൽ നല്ല സംഘടനാ പാഠമുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ വലിയ സുഹൃത്ത് ബന്ധം വിശാലിന് ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്ര നല്ല രീതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഭൗതികപരമായ ഒരു നല്ല കഴിവുള്ള വ്യക്തി, അങ്ങനെ എല്ലാവരെയും സംഘടിപ്പിക്കാൻ നല്ലൊരു കഴിവുള്ള ആളായിരുന്നു വിശാൽ. അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് ഭയങ്കര താങ്ങാനാകുന്നതിനപ്പുറമായിരുന്നു. ഈ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഉണ്ടാവാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിപ്പോയി എല്ലാവർക്കും. വിശാൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സംഘടനാ തലത്തിൽ വളരെ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിയാണ്. നല്ലൊരു ജീവിത സാഹചര്യവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയും നമ്മുടെ സമാജത്തിന് വേണ്ടിയിട്ടും ഇവിടെ പ്രവർത്തിച്ചു. അപ്പോൾ ഈ ഉണ്ടാകാൻ പോകുന്ന വിധി നമുക്ക് അനുകൂലമാകും എന്നുള്ളൊരു ഇതിലാണ്, പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് സംഘപ്രവർത്തകരും ഇവിടുത്തെ BJPയുടെയും എല്ലാം. അദ്ദേഹം നൽകിയ ആ പാതയിലൂടെ ഇവിടെ നമുക്ക് രാഷ്ട്രീയപരമായി ഇപ്പോൾ ഈ 2 സ്ഥലങ്ങളും, കോട്ടയം എന്ന് പറയുന്ന ഈ സ്ഥലമെല്ലാം BJPക്ക് അനുകൂലമായി ജനം വിധി എഴുതിയതാണ്. ഈ സ്ഥലം ഇവിടുത്തെ ആളുകൾ അത്രത്തോളം ഇവിടുത്തെ BJP പ്രവർത്തകരെയും സംഘപ്രവർത്തകരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല വിധി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വിശാൽ സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് അടുത്തത് എങ്ങനെയാണ്, എൻ്റെ തുടക്കകാലമൊക്കെ എങ്ങനെയാണെന്ന് അറിയാം? ചെറിയ പ്രായത്തിലെ വിശാലിനെ വിജയമ്മ ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണല്ലോ അമ്മ പോയത്. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ സംഘപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ചെറിയ രീതിയിൽ വിളിച്ചുകൊണ്ട് വന്ന് പല പോലത്തും സംഘശാഖയിലേക്കും കൊണ്ടുവന്ന് അങ്ങനെയാണ് വിശാൽ വളരെ ആക്റ്റീവായിട്ട് സംഘപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. വിശാലിനോട് ഇവർക്ക് ഇങ്ങനൊരു വിരോധം തോന്നി തുടങ്ങിയതൊക്കെ എപ്പോഴായിരുന്നു? സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രവിരുദ്ധർ ആണല്ലോ അവർ. അപ്പോൾ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചെങ്ങന്നൂരെ ABVPയുടെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വീകരണ പരിപാടിയിൽ എത്തുമ്പോൾ അവരൊരു പ്രകോപനം സൃഷ്ടിച്ച് അങ്ങനെ ഈ ഒരു സംഘർഷത്തിലേക്ക് മാറിയതാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. അവർ പ്രൊവോക്ക് ചെയ്ത് അങ്ങനെ തന്നെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ വിയോഗ വാർത്ത അറിഞ്ഞൊരു നിമിഷം അന്നേരം ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയായിരുന്നു? അതിനുശേഷം ചേതനേറ്റ ശരീരം കാണുമ്പോൾ ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ അതിനെ ഏത് രീതിയിലാണ് ഉൾക്കൊണ്ടത്? നമ്മുടെ നാടിനെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിപ്പോയി അത്. അന്ന് രാത്രിയിലൊന്നും ഇവിടെ ആരും, നമ്മുടെ പ്രവർത്തകരാരും ഉറങ്ങിയിട്ടില്ല ശരിക്കും സത്യം പറഞ്ഞാൽ. എല്ലാവരും ഹോസ്പിറ്റലിലും മറ്റിതിലുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുകയായിരുന്നു. പിറ്റേ ദിവസമാണ് അമ്മയെല്ലാം എത്തിക്കുന്നതും ഒക്കെ. അത് വളരെ ഒരു വൈകാരികമായൊരു സമയമായിരുന്നു ഇവിടെ. പിന്നീടുള്ള കുറച്ച് വർഷങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. സത്യത്തിൽ ഇവിടെ നിന്ന് അങ്ങനെ പോലീസൊന്നും വന്ന് കിടക്കുന്ന ഒരു പ്രശ്നങ്ങളോ ഉള്ള സ്ഥലങ്ങളോ ഒന്നും അല്ലായിരുന്നു. പിന്നീടുള്ള കുറേ കാലങ്ങൾ പോലീസ് വരികയും അങ്ങനെ ഇതൊക്കെ ആളുകൾക്കിടയിലൊരു വലിയ ഇതായി മാറി. അത് സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ മുമ്പോട്ട് പോകുന്നുണ്ട്. വിശാലും മറ്റു മുതിർന്ന പ്രവർത്തകരും തെളിച്ച പാതയിലൂടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നുണ്ട്. ശരി, അതുതന്നെയാണ് വിശാലിന് പ്രിയപ്പെട്ട ആളുകൾ, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ വിശാലിനെ പറ്റിയുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും വാക്കുകളുമാണ് നമ്മൾ കേട്ടത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രാമത്തിനും ഇവിടുത്തെ ആളുകൾക്കും വിശാൽ അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു. നന്നേ ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ 6 മാസം പ്രായമായ സമയത്താണ് ഇങ്ങോട്ടേക്ക് അവർ താമസത്തിന് എത്തിയത്, മുളക്കുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് താമസത്തിന് എത്തിയത്. അതിനുശേഷം 19 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് പ്രിയപ്പെട്ടവരെ സ്വന്തമാക്കി. ഈ ഗ്രാമവാസികൾ മുഴുവൻ വിശാലിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ആ വിയോഗ വാർത്ത ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ പ്രദേശവാസികൾക്ക് ഇന്നും അത് ആ ഒരു വേദന അവശേഷിക്കുകയാണ്. എന്തായാലും ഇന്ന് വിശാലിന് നീതി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ ഉറച്ച് പ്രതീക്ഷിക്കുന്നത്, ഉറച്ച് വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. കാരണം അത്രത്തോളം വൈകാരികമാണ് വിശാൽ എന്ന് പറയുന്ന വ്യക്തി. ഇവിടുത്തെ ഓരോരുത്തരുടെയും മനസ്സിൽ വൈകാരികമായി തന്നെയാണ് കൂടികൊള്ളുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാടക മികവടക്കം ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യവും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നന്നേ ചെറുപ്പത്തിലെ തന്നെ ബാലഗോകുലമടക്കമുള്ള പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് വന്നു. അതിനുശേഷം സംഘ ചുമതലകൾ വഹിച്ചു. അതിനുശേഷമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലേക്ക് അതിൻ്റെ ചെങ്ങന്നൂർ നഗർ
അധ്യക്ഷൻ എന്നുള്ള പദവിയിലിരിക്കെയാണ് ഈ ഒരു ദാരുണ സംഭവം വിശാലിനെ തേടി എത്തുന്നത്. എന്തായാലും രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നോട്ടപ്പുള്ളിയായിട്ട് നേരത്തെ തന്നെ വിശാൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് ദേശീയതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു വിശാൽ കാഴ്ചവെച്ചത്. അതാണ് ഈ അക്രമകാരികളെ ചൊടിപ്പിച്ചത്, തീവ്രവാദികളായിട്ടുള്ള മതവർഗീയ ശക്തികളെ ചൊടിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ തന്നെ ബൗദ്ധികമായിട്ടുള്ള വലിയ അമ്മേ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. 13 വർഷങ്ങൾക്കിപ്പുറവും ആ വിശാലിനെ ഓർത്ത് കണ്ണീരൊടുക്കുകയാണ് ആ അമ്മ. അവസാനമായി ആ മകൻ പോയത് ആ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. തലവേദനയാണെന്ന് പറഞ്ഞ അമ്മയോട് ഞാൻ പഠിക്കാൻ പോയിട്ട് വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമായിരുന്നു വിശാൽ അന്ന് അവസാനമായി ആ വീടിൻ്റെ പടിയിറങ്ങിയത്. വേദനയോടല്ലാതെ വിശാലിനെ ആ ഗ്രാമത്തിനും ആ അമ്മയ്ക്കും ഓർത്തെടുക്കാൻ കഴിയില്ല.